ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹോളിവുഡ് കോർണർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്ന കാരണം എന്തെന്ന് വെച്ചാൽ കുറച്ച് സങ്കടത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ ഒരു 5 മിനിറ്റ് ലീക്ക്ഡ് ഫൂട്ടേജ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഇത്, കാരണം എനിക്ക് കാണാൻ താല്പര്യമില്ല. കാരണം നമ്മളെന്താണെന്ന് വെച്ചാൽ ഒരു വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമേൻ്റെ അത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് അതിൻ്റെ ഫുള്ള് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഈ ഫൂട്ടേജ് എങ്ങനെ ലീക്കായെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഐഡിയ ഇല്ല. ഇത് എടുത്ത ആൾ നേരെ യൂട്യൂബ് ചാനലിലോട്ട് ഇട്ടു അദ്ദേഹത്തിൻ്റെ. എന്നിട്ട് അതപ്പം തന്നെ മാർവൽ ഫാൻസും ഒക്കെ കൂടി കോപ്പിറൈറ്റ് റിപ്പോർട്ട് ചെയ്ത്, പിന്നെ അപ്പം തന്നെ ഡിസ്നി അത് തേടി കണ്ടുപിടിച്ച് അത് അപ്പം തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്കും കൊടുത്ത് ആ വീഡിയോ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ആ ചാനൽ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. ഇപ്പോൾ ഈ 5 മിനിറ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം, ഒരു ഫൈറ്റ് സീൻ, അങ്ങനത്തെ കാര്യങ്ങളല്ല. ആ ഫുൾ പടം 5 മിനിറ്റ് കൊണ്ട് അതിലത്തെ മേജർ സീൻസൊക്കെ എടുത്തിട്ടിട്ടാണ് ഈ ഫൂട്ടേജ് ലീക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫൂട്ടേജൊക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, കാരണം എന്ന് വെച്ചാൽ അവർ ചെയ്യുന്നത് ഈ മാർവൽ എന്ന് പറഞ്ഞിട്ടുള്ള, ഇല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വിഭാഗം മാർവൽ, അപ്പോൾ അവരോടൊക്കെ ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മളായി ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരു കൊല്ലമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമേനെ ഒറ്റ നിമിഷം കൊണ്ട് ഫുള്ളായിട്ട് തകർത്ത് കളയാണ് ചെയ്യുന്നത്. അത്രയ്ക്ക് സസ്പെൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത്രയും കാലം ഇങ്ങനെ അയൺമാൻ, തോർ, ക്യാപ്റ്റൻ അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് പെട്ടെന്ന് അവരോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം വളരെ വലിയൊരു തെറ്റാണ്. അപ്പോൾ ഈ ഫൂട്ടേജ് ലീക്കായിരിക്കുന്നത് ഒന്ന് ഡബ്ബിങ്ങിൽ വെച്ചിട്ടായിരിക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ ഡബ്ബിങ്ങിനായിട്ട് പലതും ഈ സിനിമ അയച്ചു കൊടുക്കും. അപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ നമ്മളെ തമിഴിൽ ഡബ്ബ് ചെയ്യാനായിട്ട് തമിഴ്നാട്ടിലോട്ട് അയച്ചു കൊടുക്കും. അതിലാണ് വിജയ് സേതുപതിയൊക്കെ ഡബ്ബ് ചെയ്തിട്ട് ഫുള്ള് ഡബ്ബ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇപ്പം കിട്ടിയ ന്യൂസ്. അപ്പോൾ അവിടുന്ന് എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നല്ല, അപ്പോൾ ഡബ്ബിങ്ങിൽ വെച്ചിട്ടാണ് ഇത് നഷ്ടപ്പെട്ടത്. അപ്പം ഇതിൻ്റെ കുറേ ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ ഫുള്ളായിട്ട് ട്രെൻഡിങ്ങിലാണ്. അപ്പോൾ ഞാൻ അത് വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അതിലവർ പറയുന്നത് ഈ സൗണ്ട് കേട്ടിട്ട് എന്തോ ഉറുദു അങ്ങനത്തെ എന്തോ ഒരു സൗണ്ടാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നത് USA എന്നുമല്ല, യൂറോപ്പിൽ നിന്നുമല്ല. അപ്പം അങ്ങനത്തെ ഒരു സൗണ്ടാണെന്നാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഇത് കുറേ പേര് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോഴാണ് ഇപ്പോൾ അവർക്ക് മനസ്സിലാവുക, അയ്യോ നമ്മൾ എന്തൊരു വലിയ തെറ്റാണ് ചെയ്തത്, നമ്മളിപ്പോൾ അതിൻ്റെ ഫുള്ള് ത്രില്ല് പോയല്ലോ പണം കാണാനുള്ള. അപ്പോൾ ആ ഒരു മൂഡ് വരും. പിന്നെ നമ്മൾ മനുഷ്യന്മാരാണ്, ഇപ്പോൾ അങ്ങനെ കണ്ടാലും നമ്മളെ മൈൻഡ് അത് കാണുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഒരു ഇത് തരില്ല. അപ്പോൾ അറിയാണ്ട് ക്ലിക്ക് ചെയ്ത് അത് നമ്മളൊരു മാറൽ ആൾക്കാരൊക്കെ കണ്ടുപോകും അത് ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലായോ അതിൻ്റെ ത്രില്ല് പോയി, ഇത്രയും കാലം കാത്തിരുന്ന ഒരു ത്രില്ല് പോയി. അപ്പോൾ അവർക്ക് തോന്നും മറ്റുള്ളവരെയും കൂടി കാണിച്ച് അതിൻ്റെ ഒരു ഇത് പോക്കാം, അവരെയും കൂടി ത്രില്ല് കളയാമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഇങ്ങനെയൊന്നും ഷെയർ ചെയ്യരുത്. കാരണം മാർവലിന് നിങ്ങൾക്ക് ഇത്ര ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യില്ല. കാരണം നമ്മൾ അത്രയും കാത്തിരിക്കുന്ന ഒരു പടത്തിന് ഇങ്ങനെ സ്പോയിൽ ചെയ്ത് കളയാമെന്ന് പറയുമ്പം അത് വളരെ ഒരു വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എനിക്ക് അങ്ങനെ ആരും അയച്ച് തന്നിട്ടില്ല ഇതുവരെയായിട്ടും. തന്നെയാണെങ്കിൽ അപ്പം തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യും, ഞാൻ കാണില്ല. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. കാരണം ഈ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പം അത് വളരെ ഉള്ളൊരു വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവരെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ത്രില്ല് കൂടി കളയാനായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇട്ടവർ എന്താക്കി യൂട്യൂബിൽ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നവരാണെങ്കിൽ നല്ല പണി കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ മാർവൽ ഫാൻസും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇങ്ങനത്തെ ഈ കാര്യത്തിനൊക്കെ നമ്മൾ മാർവലിൻ്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് മാർവൽ ഫാൻസ്. ഇങ്ങനത്തെ എന്തെങ്കിലും സ്പോയിലേഴ്സ് വന്നാൽ അപ്പം തന്നെ നിങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഡിസ്നി എന്തായാലും നിങ്ങൾ വീഡിയോ ഇട്ട് 10 സെക്കൻഡിനുള്ളിൽ തേടി പിടിച്ച് അത് നിങ്ങളെ ചാനലിനെ തന്നെ ബാധിക്കും. കോപ്പിറൈറ്റ് ക്ലെയിം അല്ല വരിക, സ്ട്രൈക്കാണ് വരിക. അപ്പം ക്ലെയിമും സ്ട്രൈക്കിൻ്റെയും കാര്യമൊന്നും ഞാൻ പറഞ്ഞു തരണ്ട, അത് യൂട്യൂബ് ചാനലുള്ളവർക്കും എല്ലാത്തവർക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങളെ ചാനൽ തന്നെ പോയി ഇപ്പോൾ ഡിലീറ്റ് ആയി കളയും. പിന്നെ മാർവൽ ഫാൻസിൻ്റെ ഒക്കെ പവർ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളൊരു മാർവൽ ഫാനായിട്ട് കൂടി ഇതിങ്ങനെ ഷെയർ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഈ ഫൂട്ടേജ് കണ്ടാൽ പോയി, നമുക്ക് ആ പടത്തിന് ത്രില്ല് പോയി. പിന്നെ ഈ മാർക്ക് റഫല്ലോ തന്നെ പറഞ്ഞിട്ടുണ്ട്, പടം 5 വിധത്തിലാണ്, 5 ക്ലൈമാക്സ് ആറ്റം പുള്ളിക്കാരന് വേണ്ടി തന്നെ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടേ ആയിരിക്കില്ല ചിലപ്പോൾ ഇതിൽ വരിക. അപ്പോൾ ഈ ഫൂട്ടേജ് കണ്ടവരും എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ പടം കാണും എന്ന് 100% ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും കാത്തിരുന്നൊരു പടമാണ്. ആ തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ഇതുപോലെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫൂട്ടേജ് കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ നോക്കുക. നിങ്ങളോ കണ്ടുപോയി എന്ന് വെച്ച് മറ്റുള്ളവരെയും കൂടി കാണിച്ച് അതിൻ്റെ ത്രില്ല് കളയരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം തന്നെ ഇട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാർവലിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ വിഷമമാണ്. നമ്മൾ അത്രയും കാത്തിരുന്ന ഒരു സിനിമേനെ ഇത്ര നശിപ്പിക്കാനായിട്ട് അതിൻ്റെ സ്പോയിലറും കാര്യങ്ങളൊക്കെ ഇടുകയെന്ന് പറഞ്ഞാൽ അതിനി 10 ദിവസം കൂടിയേ പടത്തിനുള്ളൂ. നമ്മൾ ഒരു വർഷം കാത്തിരുന്നു ഗൈസ്. ഒരു വർഷമാണ് നമ്മൾ കാത്തിരുന്നത്. ഇനിയാണോ ഒരു 10 ദിവസം കാത്തിരിക്കാനാണോ നമുക്ക് പറ്റാത്തത്? അപ്പോൾ നിങ്ങളിങ്ങനത്തെ സ്പോയിലേഴ്സ് കണ്ടാൽ കാണാതിരിക്കുക.
നമ്മൾ ഒരു കൊല്ലമായിട്ട് നമ്മൾ ഈ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ ഒരു ലീക്ക്ഡും ഒന്നും കണ്ടിട്ടില്ല. ഈ ഫാൻ തിയറീസ് മാത്രം കേട്ട് കിടന്നു. ഇപ്പോൾ അതുപോലും കേൾക്കാത്തവരുണ്ടാവും. അപ്പം നിങ്ങൾ പറയാൻ 1 വർഷം കാത്തിരുന്നില്ലേ, ഒരു 10 ദിവസം കൂടി നിങ്ങൾ കാത്തിരിക്കുക. അപ്പം നമുക്ക് പടം തിയേറ്ററിൽ അടിപൊളിയായിട്ട് ഇരുന്ന് കാണാം. നിങ്ങൾ ആലോചിക്കും, നമ്മൾ ഒരു സ്പോയിലറും ഒരു ഇതും കണ്ടിട്ടില്ല, നമ്മളൊന്നും കേട്ടിട്ടില്ല, നമ്മൾ നേരെ ഒന്നും അറിയാണ്ട് നമ്മൾ വരികയാണ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ. ഇൻഫിനിറ്റി വാർ കഴിഞ്ഞ് ആ ഇൻഫിനിറ്റി വാർത്തെ ഇതുവരെയുള്ള മാറും ന്യൂസിനെ കുറച്ചൊക്കെ നമുക്കറിയാം. ഇൻഫിനിറ്റി വാർ കഴിഞ്ഞ് അപ്പോൾ അതേ മൂഡിൽ നമ്മൾ ഇൻഫിനിറ്റി വാർ കാണാൻ കയറിയത് എങ്ങനെയാണ്, അതേപോലെ ഇനി എന്താ നടക്കാൻ പോകുന്നത് ഒന്നും അറിയില്ല നമുക്ക്. അങ്ങനെ കയറിയിരുന്ന് പടം കണ്ടു നോക്കുക, എന്ത് രസമല്ലേ. അപ്പോൾ ഇങ്ങനെ സ്പോയിൽ ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ സ്പോയിൽ ചെയ്യുന്നവരുടെ അടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്യുന്നവർ കണ്ടാൽ നിങ്ങൾ ബ്ലോക്ക് ആക്കുക അവരെ. അപ്പോൾ ഞാനിനി എന്നെ ഇങ്ങനെ ആരെങ്കിലും സ്പോയിൽ ചെയ്യുന്ന കണ്ടാൽ ഞാൻ അവരെ അപ്പം ബ്ലോക്ക് ആക്കും. അപ്പോൾ എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല അനുഭവം ഇങ്ങനെ. പക്ഷേ എനിക്ക് കഴിഞ്ഞ പോലെ ഇൻഫിനിറ്റി വാറിൻ്റെ സമയത്ത് എനിക്കൊരു അനുഭവം പറ്റി. അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ അങ്ങനത്തെ ഒന്നുമില്ല. അറിയാണ്ട് ഞാൻ ഗമോറേൻ്റെ ഡെത്ത് ഞാൻ കണ്ടുപോയി. പക്ഷേ എനിക്ക് അത് അത്ര വലിയതായി തോന്നിയില്ല, ചെറിയൊരു സീനായിരുന്നു. കണ്ടപ്പോൾ ഞാൻ കളഞ്ഞു, അറിയാണ്ട് കണ്ടുപോയതാണ്. അപ്പം ഇതേപോലത്തെ അബദ്ധമൊന്നും ആർക്കും പറ്റരുത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനത്തെ സ്പോയിലേഴ്സിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കണ്ട ഷുവറായിട്ട് റിപ്പോർട്ട് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. വാട്സപ്പിലാണെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കളയുക. കാണരുത്, വീഡിയോസ് ഒന്നും ഡൗൺലോഡ് ചെയ്ത് കാണരുത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. അപ്പോൾ അത് ഈ 10 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പം നമുക്ക് തിയേറ്ററിൽ പോയി പടം കണ്ടു വന്ന് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് അടിപൊളിയാക്കാം. അപ്പം എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് നന്ദി. ഹാവ് എ ഗുഡ് ഡേ.